ദേശീയ തലത്തിലേക്ക് തന്നെ പോകുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ NDAയുടെ പാർലമെന്ററി യോഗമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കാനിരിക്കുകയാണ്. അതിനിടെ നടന്ന കാര്യങ്ങൾ, ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ നൽകണം, സുപ്രധാന വകുപ്പിന്മേലുള്ള വലിയ വിലപേശലും വടംവലികളും ഒക്കെ ഉണ്ടായി എന്നുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമുണ്ടായി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സത്യപ്രതിജ്ഞ നാളെ നടക്കാനിരിക്കുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. മറ്റൊന്ന്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗമുണ്ട്. അതിൽ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിൽ രാഹുൽ ഗാന്ധി വയനാടാണോ റായ്ബറേലിയാണോ ചൂസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ ആകാംക്ഷപൂർവ്വം നോക്കി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അത്തരം വാർത്തകളിലേക്കൊക്കെയാണ് പോകേണ്ടത്. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലമാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. തൗഫീഖ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. തൗഫീഖ്, അതായത് ഇന്നലെ പാർലമെന്ററി പാർട്ടി യോഗമൊക്കെ ചേർന്നിരുന്നു, NDAയുടെ MP മാരൊക്കെ പങ്കെടുത്ത്. എന്തായാലും ഈ സീറ്റുമായി ബന്ധപ്പെട്ട മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ ധാരണകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണോ പുറത്തു വരുന്നത്? JDU TDP ഒക്കെ ആവശ്യപ്പെട്ടതുപോലെ തന്നെയുള്ള വകുപ്പുകൾ അവർക്ക് നൽകുമെന്നാണോ അറിയാൻ കഴിയുന്നത്? ജിൽസി, നാളെ വൈകുന്നേരം 7:15 NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട, ഈ മന്ത്രിസ്ഥാനങ്ങൾ വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കാനായിട്ടാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. എന്നാൽ അത് പൂർണ്ണമായിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം JDUവും അതോടൊപ്പം തന്നെ TDPയും ചോദിച്ചിരിക്കുന്ന സ്ഥാനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇപ്പോഴും NDAക്കകത്തുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സുപ്രധാന വകുപ്പുകളാണ് JDUവും അതോടൊപ്പം തന്നെ TDPയും ചോദിച്ചിരിക്കുന്നത്. ആ സുപ്രധാന വകുപ്പുകൾ നിലവിൽ കൈകാര്യം ചെയ്യുന്നത് BJP ആണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പുകൾ മറ്റുള്ള പാർട്ടികൾക്ക്, അതായത് ഘടകകക്ഷികൾക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ NDAക്കകത്തുണ്ട്, BJPക്കകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമൊരു കാലതാമസം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം സുപ്രധാന വകുപ്പുകൾ BJPയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റുള്ള വകുപ്പുകൾ ഈ JDUവിനും അതോടൊപ്പം തന്നെ TDPക്കും നൽകിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരത്തിന് സാധ്യത കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. എന്നാൽ അത് എത്രത്തോളം സാധ്യമാകും എന്നതിനെ കുറിച്ചുള്ള ഒരു സംശയം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം നാളെയാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ നിലവിലുണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ നടത്താനായിട്ടാണ് ഇപ്പോൾ NDA തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗം തന്നെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഒരുപക്ഷെ ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സർക്കാർ. കാരണം വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയ ജനങ്ങളിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ച വലിയ അംഗീകാരമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായും ഉള്ള ഒരു പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. റെയിൽവേ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് JDU ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്പീക്കർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ TDPയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നൽകുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ മറ്റുള്ള ഘടകകക്ഷികൾക്ക് നൽകുക എന്നുള്ളത് തന്നെ BJPയിലെ ഉള്ളിൽ തന്നെ, BJPക്കകത്ത് തന്നെ മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു താമസം ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിരവധി പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെടെ ഈ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ഇത്തവണയും മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം അവർക്ക് നൽകേണ്ട ഈ സ്ഥാനങ്ങൾക്ക് പിന്നാലെയായിരിക്കും ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്നുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയാണ്. ഇന്ന് രാവിലെ 11 മണിക്കാണ് പ്രവർത്തക സമിതി ചേരുക. അതിൽ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകണമെന്നാണ് പൊതുവെ പാർട്ടിക്കകത്ത് ഉയർന്നിരിക്കുന്ന ഒരു ആവശ്യം. എന്നാൽ രാഹുൽ ഗാന്ധി അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധി സമ്മതം മൂടിയില്ലെങ്കിൽ ഒരുപക്ഷെ KC വേണുഗോപാലിലേക്കോ അല്ലെങ്കിൽ സൗരവ് ഗൊഗോയിലേക്കോ മനീഷ് തിവാരിയിലേക്കോ ചർച്ചകൾ പോകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്ന് നടക്കുന്ന ഈ പ്രവർത്തക സമിതിക്ക് ശേഷം വൈകുന്നേരമായിരിക്കും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരുക. അത് പഴയ പാർലമെന്റ് ഹാളിലാണ് ആ യോഗം ചേരുക. പുതിയ MP ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു പക്ഷത്ത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷമാകാനായിട്ട് തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ചർച്ചകൾ ഉൾപ്പെടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി NDAയുടെ ഈ മന്ത്രിസ്ഥാന വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും.
ശരി തഫീഖ്, എന്തായാലും ഒരു വശത്ത് NDA സർക്കാർ രൂപീകരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും നീക്കുപോക്കുകളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് ശക്തമായ പ്രതിപക്ഷമാകാനുള്ള ഒരുക്കത്തിലാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനകത്ത് എതിരഭിപ്രായമില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടേതാണ് അന്തിമ തീരുമാനം. അത് ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുള്ളത്, വയനാടാണോ റായ്ബറേലിയാണോ അദ്ദേഹം MP ആയി തുടരാൻ തെരഞ്ഞെടുക്കുക എന്നുള്ള കാര്യം കൂടി വളരെ ആകാംക്ഷാപൂർവ്വം ഇന്ന് ഡൽഹിയിൽ നിന്ന് നോക്കി നിൽക്കുന്ന വാർത്തയാണ്.